ഈ പോസ്റ്റിൽ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറാണ്. 22 യാത്രക്കാരുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. പോസ്റ്റിൽ രണ്ടിടത്തും ഈ ബസ്സിൽ 22 യാത്രക്കാരും കണ്ടക്ടറും അജിക്കൊപ്പം നിന്നു. അജി വീണ്ടും ഡ്യൂട്ടി തുടങ്ങി 22 യാത്രക്കാരുമായിട്ട്. ഇതിന് ഫാൾസ് പ്രിസിഷൻ എന്ന് പറയും. ഒരു നമ്പർ പോസ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസ്യത കൂടുതൽ തോന്നും. ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് കയറി വെരിഫൈ ചെയ്യാനും പറ്റത്തില്ല. ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ ഇത്രയും പേര് ഇതിനകത്ത് യാത്ര ചെയ്തായിരുന്നു, അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. രാത്രി ഈ സമയത്ത് ആൾക്കാർ എണ്ണി ഇറക്കുകയും കയറ്റുകയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന വെഹിക്കിളാണോ എന്നുള്ളത് നോക്കി ബുക്ക് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അതിനകത്ത് 5 പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറിയതാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള കണക്ക് KSRTCയുടെ കയ്യിലോ ഒന്നുമില്ല. ഈ യാത്രക്കാരെ കുറിച്ചിട്ടുള്ള കണക്ക് ഈ കണ്ടക്ടറോ ഡ്രൈവറോ ഒന്നും സൂക്ഷിക്കാറില്ല. അതിന് മുമ്പത്തെ ദിവസവും അതിന് പിന്നിലുള്ള ദിവസവും ഒന്നും ഇവർക്ക് അറിഞ്ഞൂടാ. അന്നത്തെ ദിവസത്തിലും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അത് വിവരാവകാശം വഴിയിട്ടൊക്കെ ആ സമയത്ത് അന്വേഷിച്ചറിഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു നമ്പർ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങ് ക്ലിക്ക് ആവുകയാണ്. ഇതിന് കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യാനില്ല. വളരെ കറക്റ്റ് ആണ്. ഈ ഒരു കാര്യമാണ് മനസ്സിൽ കയറുന്നതെന്ന് പറയുന്നത്. അത്രയും പേരെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തേക്കുവാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം 22 പേരും കണ്ടു. ആൾക്കാരെ എന്തായാലും നന്നായിട്ട് വഞ്ചിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതെല്ലാവരും വിശ്വസിച്ചു. ഏകദേശം 10-10,000-ഓളം ഷെയറും കാര്യങ്ങളും എല്ലാം കിട്ടി. ഒരുവിധം എല്ലാ ചാനലുകളും ഇതൊരു ന്യൂസ് ആയിട്ട് എടുത്തു. അജി എന്ന് പറയുന്ന വ്യക്തി ഒരു ഹീറോ ആയിട്ട് മാറുകയും അദ്ദേഹത്തിന്റെ വിശ്വാസ്യത പിന്നീട് ഒരു സമയത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു.